സിദ്ധരാമയ്യാണ് മുഖ്യമന്ത്രി. നിസ്സാര മുഖ്യമന്ത്രി ഒന്നുമല്ല. അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? ഈ വഖഫ് ബോർഡ് ഈ നോട്ടീസുകളെല്ലാം പിൻവലിക്കണമെന്ന് പറഞ്ഞു മുഖ്യമന്ത്രി. കർഷകർക്ക് കൊടുത്തിരിക്കും. ഒരു കർഷകനെയും വഖഫിന്റെ നോട്ടീസ് കൊണ്ട് കുടിയിറക്കാൻ പറ്റില്ല. അത് വഖഫ് ഭൂമിയല്ല, കർഷകന്റെ ഭൂമിയാണെന്ന് പറഞ്ഞു. എന്താ ചെയ്തത് വഖഫ് ബോർഡ്? എല്ലാ നോട്ടീസും പിൻവലിച്ചു. ഒരു പ്രശ്നമില്ല, ഒരു കേസും ഇല്ല. അത് കർഷകരുടെ ഭൂമിയായി മാറി. നമസ്കാരം. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഒരാഴ്ച പിന്നിടുന്ന വി.ഡി. സതീശൻ സർക്കാരിൻ്റെ മധുവിധുകാലം അങ്ങനെ ഗംഭീരമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. 10 വർഷത്തിന് ശേഷം എപ്പോഴും ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് കേരള ജനത. മാധ്യമങ്ങൾക്കാണെങ്കിൽ തങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി നൽകുന്ന, തങ്ങൾക്ക് എപ്പോഴും ദർശനം നൽകുന്ന ഒരു മുഖ്യമന്ത്രിയെ കിട്ടിയതിൻ്റെ ആഹ്ലാദവുമുണ്ട്. ഓൺലൈൻ മാധ്യമങ്ങൾക്കാകട്ടെ ഇപ്പോൾ സിനിമാ സെലിബ്രിറ്റികളെക്കാളും ആവശ്യം നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ തന്നെയാണ്. സോഷ്യൽ മീഡിയയിലെ ട്രെൻഡുകൾക്കൊപ്പം സഞ്ചരിക്കുന്ന കേരളത്തിലെ ആദ്യ പൂക്കി മുഖ്യമന്ത്രിയായി അവർ സതീശൻ സാറിനെ കൊണ്ടു നടക്കുന്നു. അതുമാത്രമല്ല കേട്ടോ, വാക്കുകളിലും പ്രവൃത്തികളിലും സിനിമാ ഡയലോഗുകളെ വെല്ലുന്ന മാസ് ശൈലിയാണ് നമ്മുടെ പുതിയ മുഖ്യമന്ത്രിയുടേത്. അതിൽ ഏറ്റവും ശ്രദ്ധേയം അദ്ദേഹത്തിൻ്റെ ആ ഭാവപ്രകടനങ്ങൾ തന്നെയാണ്. നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ നടക്കുമല്ലോ. പറഞ്ഞതൊക്കെ നടത്താനല്ലേ നമ്മൾ വന്നിരിക്കുന്നത്, അല്ലേ? ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് ജനാഭിലാഷങ്ങളെ യാഥാർത്ഥ്യമാക്കാനാണ്. എന്തായാലും വാക്കിലും പ്രവൃത്തിയിലും ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന മുഖ്യമന്ത്രി ആശാവർക്കർമാരുടെ വേതനം കൂട്ടുന്നു, കേരയിൽ വരില്ല കേട്ടോ എന്ന് ഉറപ്പിച്ചു പറയുന്നു, മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ അതിക്രമങ്ങളെക്കുറിച്ച് ഉടനടി അന്വേഷണം പ്രഖ്യാപിച്ച് സസ്പെൻഷൻ കയ്യിൽ കൊടുക്കുന്നു, നിയമവിരുദ്ധമായ വണ്ടി മോഡിഫിക്കേഷൻ പോലും യുവാക്കൾക്കായി നിയമവിധേയമായി ശരിയാക്കി തരാമെന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരെയും കയ്യിലെടുത്ത് ഞാൻ ഒരു തടവ് സൊന്ന അത് 100 തടവ് സൊന്ന മാതിരി എന്ന ശൈലിയിൽ ഞാൻ വാക്ക് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും എന്ന മാസ് ഡയലോഗ് അടിച്ചു നടന്ന നമ്മുടെ മുഖ്യമന്ത്രി. പക്ഷേ മുനമ്പം വിഷയത്തിലേക്ക് വന്നപ്പോൾ ഇതേ മുഖ്യമന്ത്രി കഴിഞ്ഞ സർക്കാരിൻ്റെ തലയിൽ കുറ്റം കെട്ടിവെച്ച് തൻ്റെ 10 മിനിറ്റ് എന്ന വാക്ക് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നാം കണ്ടത്. 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാന്ന് പറഞ്ഞു. കുറെ പേര് സോഷ്യൽ മീഡിയയിൽ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാം. ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി ഈ ദേവാലയ മുറ്റത്ത് നിന്ന് ഞാൻ പറയുന്നു, 10 മിനിറ്റ് കൊണ്ട് ഈ വിഷയം പരിഹരിക്കാൻ പറ്റും. ഇനി ആർക്കെങ്കിലും സംശയമുണ്ട്, ഈ 10 മിനിറ്റ് ഞാൻ പറഞ്ഞത് എന്താണ്? കർണാടകത്തിൽ ഇതുപോലെ വഖഫ് ബോർഡ്, ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്നത്, സിദ്ധരാമയ്യാണ് മുഖ്യമന്ത്രി. നേരത്തെ വഖഫ് ബോർഡ് കർഷകർക്ക് നോട്ടീസ് അയച്ചത്. അപ്പോൾ അവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ട്. നിസ്സാര മുഖ്യമന്ത്രി ഒന്നുമല്ല. അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? ഈ വഖഫ് ബോർഡ് ഈ നോട്ടീസുകളെല്ലാം പിൻവലിക്കണമെന്ന് പറഞ്ഞു മുഖ്യമന്ത്രി. കർഷകർക്ക് കൊടുത്തിരിക്കും. ഒരു കർഷകനെയും വഖഫിന്റെ നോട്ടീസ് കൊണ്ട് കുടിയിറക്കാൻ പറ്റില്ല. അത് വഖഫ് ഭൂമിയല്ല, കർഷകന്റെ ഭൂമിയാണെന്ന് പറഞ്ഞു. എന്താ ചെയ്തത് വഖഫ് ബോർഡ്? എല്ലാ നോട്ടീസും പിൻവലിച്ചു. ഒരു പ്രശ്നമില്ല, ഒരു കേസും ഇല്ല. അത് കർഷകരുടെ ഭൂമിയായി മാറി. യു.ഡി.എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ വെറും 10 മിനിറ്റ് കൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കാമെന്ന് വിവിധ വേദികളിൽ ആവർത്തിച്ച, അങ്ങേയറ്റത്തെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞ അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെയല്ല കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുമ്പിൽ കണ്ടത്. മുൻ സർക്കാർ എടുത്ത എല്ലാ ജനദ്രോഹ നിലപാടുകളും തങ്ങൾ തകർത്തെറിയുമെന്ന ദൃഢനിശ്ചയമൊന്നും ഈ വിഷയത്തിൽ പുതിയ മുഖ്യമന്ത്രിക്ക് കാണാനില്ല. അവിടെ എത്തുമ്പോൾ മുൻ സർക്കാരിൻ്റെ നടപടികളിൽ എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, എൻ്റെ 10 മിനിറ്റ് എന്ന വാക്ക് അവർ ഇല്ലാതാക്കിയേ എന്ന് വിലപിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കണ്ടത്. വരാൻ പോകുന്ന ഗവൺമെന്റിന് ഒരു 8ന്റെ പണി കൊടുത്തിട്ടാണ് ഇവരങ്ങ് പോയത്, വഖഫ് ബോർഡ് പോയത്. എന്താണ് പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആയിട്ടില്ല ആ വഖഫ് ബോർഡ് പോണ പോക്കിൽ ഇപ്പം എന്താണ് തീരുമാനം? വരാൻ പോകുന്ന ഗവൺമെന്റിന് അതിൻ്റെ തീരുമാനം എടുക്കാനുള്ള അനുമതി കൊടുക്കണ്ടേ? പക്ഷെ ഞങ്ങൾ അതിനെ നിയമപരമായി നേരിടും, നിയമപരമായി തീരുമാനം എടുക്കും. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്തത്. 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റാവുന്നൊരു കാര്യം ആ 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുപ്പിക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി രാഷ്ട്രീയമായി ചെയ്തതാണ്. ജനങ്ങളോട് അവർ പറയണം, മറുപടി പറയണം. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഭരണം കിട്ടുമോ, മുഖ്യമന്ത്രിയാകുമോ എന്നുപോലും ഉറപ്പില്ലാതിരുന്ന സമയത്ത് ഈ വിഷയം അവസാനിപ്പിക്കാൻ ഒരുപാട് വഴികൾ പറഞ്ഞിരുന്ന താങ്കൾ ഇന്ന് മുഖ്യമന്ത്രിയായി ഭരണം കയ്യിൽ കിട്ടിയപ്പോൾ എന്തേ മുനമ്പത്തുകാർക്ക് ഒരു ആശ്വാസവാക്ക് പോലും പറയാൻ തയ്യാറാകുന്നില്ല? ഈ വിഷയത്തിൽ താങ്കളുടെ മന്ത്രിസഭയിലുള്ള
വഖഫ് മന്ത്രിയുടെ മൗനം എന്തുകൊണ്ടാണ്? ചട്ടവിരുദ്ധമായി സ്വയം മുത്തവല്ലിയായി ചമഞ്ഞ് വഖഫ് ബോർഡ് എടുത്ത ഈ നടപടിയെ പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് എന്ന് പണ്ട് താങ്കൾ വിശേഷിപ്പിച്ച ആ വഖഫ് ബോർഡിന്റെ തീരുമാനത്തെ പുനഃപരിശോധിക്കാനോ നടപടിയെടുക്കാനോ മുഖ്യമന്ത്രി എന്ന നിലയിൽ അങ്ങേക്കോ വഖഫ് വകുപ്പ് മന്ത്രിക്കോ സാധിക്കുകയില്ല എന്നാണോ ഈ സർക്കാർ പറയുന്നത്? അതോ പുതിയ സർക്കാർ മുനമ്പം വിഷയത്തിൽ പഴയ സർക്കാരിൻ്റെ തുടർച്ച മാത്രമാണോ? എല്ലാം പഠിച്ചിട്ട് വ്യക്തമായും സുതാര്യമായും സത്യസന്ധമായും സംസാരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് അവകാശപ്പെടുന്ന അങ്ങ് ഇന്നലെ മുനമ്പത്ത് നിന്ന് ആരെയും കുടിയൊഴിപ്പിക്കില്ല എന്ന് പറഞ്ഞത് മനഃപൂർവ്വമാണോ? കാരണം മുനമ്പത്തുകാർ അവിടെ ആരും കുടിയേറി പാർത്തവരല്ല. അവർ സ്വന്തം പണം കൊടുത്ത് കേരളത്തിൽ നിയമപരമായി രജിസ്റ്റർ ചെയ്ത് ആധാരം വാങ്ങിയ ഭൂമിയാണതെന്ന് വ്യക്തമായി അറിയാവുന്ന മുഖ്യമന്ത്രി എന്തിനാണ് അവരെ കുടിയൊഴിപ്പിക്കില്ല എന്നൊരു പ്രയോഗത്തിലൂടെ വീണ്ടും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നത്? അവിടെ നിന്ന് അവരെ കുടിയൊഴിപ്പിക്കുന്ന പ്രശ്നമില്ല. അവർക്ക് അവിടെ സംരക്ഷണം കൊടുക്കും. അവർക്ക് അവരുടെ സ്ഥലത്ത് നികുതി നൽകാനുള്ള സംവിധാനം നമ്മളുണ്ടാക്കും. എന്തായാലും മുനമ്പം വിഷയത്തിൽ സർക്കാരിൻ്റെ സുതാര്യമായ മനോഭാവം മുഖ്യമന്ത്രി എന്ന നിലയിൽ അങ്ങ് കാണിച്ചേ തീരൂ. പുതിയ സർക്കാർ വന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. എല്ലാ കാര്യങ്ങളും പഠിക്കാൻ സർക്കാരിന് കുറച്ചുകൂടി സാവകാശം വേണമെന്ന ബോധ്യം കേരള ജനതയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ മുനമ്പം ജനതയ്ക്ക് ഈ സർക്കാരിൽ ഇപ്പോഴും വലിയ പ്രതീക്ഷയുണ്ട്. കാരണം ഒരുപാട് ചതികൾ ഏറ്റുവാങ്ങിയ സമൂഹമാണത്. വഖഫ് ഭേദഗതി വരും, അതിനുശേഷം ചട്ടങ്ങൾ വരും, അതിലെല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരും BJPയും ആദ്യം അവരെ വഞ്ചിച്ചു. മുനമ്പത്തുകാരുടെ റവന്യൂ അവകാശങ്ങൾ എന്നേക്കുമായി പുനഃസ്ഥാപിച്ച് ഈ സമരം അന്ന് തന്നെ അവസാനിപ്പിക്കാൻ സാധിക്കുമായിരുന്നിട്ടും അത് ചെയ്യാതെ താൽക്കാലികമായി കരമടയ്ക്കാനുള്ള അനുവാദം മാത്രം നൽകി സമരം ഒതുക്കാൻ അന്നത്തെ മന്ത്രിമാരായ P. രാജീവിനെയും K. രാജനെയും വിട്ട LDF സർക്കാരും പോകുന്ന പോക്കിൽ വലിയൊരു ചതിയാണ് അവരോട് ചെയ്തത്. ഇനി 10 മിനിറ്റ് എന്ന് അവകാശപ്പെട്ട VD സതീശൻ സർക്കാരും തങ്ങളെ വഞ്ചിക്കുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ മുനമ്പത്തെ ജനങ്ങൾ. അവർക്കിപ്പോൾ വിശ്വാസവും പ്രതീക്ഷയും ദൈവത്തിലും കോടതിയിലും ഈ UDF സർക്കാരിലുമാണ്. അത് എന്നേക്കുമായി ഇല്ലാതാക്കരുത്. ഞങ്ങൾ ഒത്തിരി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. 2024 ക്രിസ്മസിൻ്റെ അന്ന് ഇവിടെ വന്ന് ഞങ്ങളോട് ക്രിസ്മസ് കേക്ക് പങ്കുവയ്ക്കുകയും അതോടൊപ്പം തന്നെ പ്രശ്നം തീർച്ചയായിട്ടും പരിഹരിക്കും, 10 മിനിറ്റ് കൊണ്ട് തീർക്കാനുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ എന്ന് വീണ്ടും പ്രഖ്യാപിക്കുകയും ചെയ്ത് അദ്ദേഹം ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഞങ്ങളുടെ കുടുംബ യൂണിറ്റുകളുണ്ടായിരുന്നു. കുടുംബ യൂണിറ്റുകളിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നല്ലൊരു ഗുഡ് ന്യൂസ് വരും. ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. ഞങ്ങളെ 610 കുടുംബങ്ങൾക്കും ഇതൊരു വലിയൊരു അനുഗ്രഹമായിരിക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവനാണ് VD സതീശൻ എന്ന മുഖ്യമന്ത്രി എന്ന് നാളെ കേരളം വിളിച്ചു പറയണം. അതിന് 10 മിനിറ്റല്ല, 10 മണിക്കൂറോ 10 ദിവസമോ എടുത്തിട്ടായാലും അവർക്കനുകൂലമായ ഒരു ശാശ്വത തീരുമാനം ഈ സർക്കാർ എടുത്താൽ UDFനെ വിശ്വസിച്ചതിൻ്റെ പേരിൽ മറ്റുള്ള മുന്നണികൾക്ക് ഇവരെ പുച്ഛിക്കാൻ ഇടവരില്ല. മാത്രമല്ല, അമ്മാളുവമ്മയെയും മറ്റ് അമ്മമാരെയും ചേർത്ത് പിടിക്കുന്ന അങ്ങയുടെ വീഡിയോകളെല്ലാം വെറും PR സ്റ്റണ്ടല്ലെന്നും പാവപ്പെട്ടവനെയും ചതിക്കപ്പെട്ടവനെയും നെഞ്ചോട് ചേർക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളതെന്നും ഈ ജനത ലോകത്തോട് വിളിച്ചു പറയും. നന്ദി.